ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ ആദ്യമായി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, 2008 അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് റാൻഡി പോഷ് എന്ന അവിടുത്തെ പ്രൊഫസറും അമേരിക്കയിൽ തന്നെ അറിയപ്പെട്ട ഗവേഷകന്മാരിൽ ഒരാളും ആയ റാൻഡി പോഷ് അദ്ദേഹം നടത്തുന്ന ഒരു വിടവാങ്ങൽ പ്രഭാഷണമുണ്ട്. അദ്ദേഹത്തിന് ആ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ കാരണമെന്നുള്ളത് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു, ദിവസങ്ങൾ മാത്രമാണ് ഇനി ജീവിതത്തിൽ അവശേഷിക്കുന്നത് എന്ന ഒരു സാഹചര്യമാണ്. വലിയ വിശാലമായ ഒരു പ്രഭാഷണമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ചില വസ്തുതകളുണ്ട്. മരണം മുമ്പിൽ കണ്ടവൻ്റെ തിരിച്ചറിവുകളെന്ന് പറയാവുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. അയാൾ തുടങ്ങുന്നത് തന്നെ, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തോന്നില്ല, എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നില്ല, പക്ഷേ എനിക്ക് 10 ട്യൂമറുകൾ ബാധിച്ചിട്ടുണ്ട്. 10 ഇടത്തായിട്ട് ട്യൂമർ ബാധിച്ച് ഞാൻ വലിയ ഗവേഷകനൊക്കെ ആയിരിക്കാം, പക്ഷേ എൻ്റെ അവസാനത്തെ ഗവേഷണം എന്നുള്ളത് എൻ്റെ രോഗമായിരുന്നു. എൻ്റെ രോഗത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ എനിക്ക് നൽകിയൊരു അറിവുണ്ട്, വലിയ ദിവസങ്ങൾ എനിക്ക് ആയുസില്ല എന്ന്. ചുരുക്കം നാളുകൾ മാത്രമാണ് മരണത്തിലേക്ക് എൻ്റെ ദൂരമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നത്. ഈ മരണം മുമ്പിൽ കണ്ട് എൻ്റെ മുമ്പിൽ വന്ന കുറേ തിരിച്ചറിവുകളും ബോധ്യങ്ങളും ഉണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കലാണ് ഈ ഉദ്യമത്തിൻ്റെ ഉന്നം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വിശാലമായി അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവുകൾ പ്രതിപാദിക്കുന്നുണ്ട്, സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഓരോന്നും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ചിലതൊക്കെ വലിയ തിരിച്ചറിവുകളാണ്. ആ മനുഷ്യൻ പറഞ്ഞ ചില കാര്യങ്ങൾ എങ്ങനെയാണ്, ഞാൻ എന്ന ഒരു സങ്കല്പത്തിന് പ്രസക്തിയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്ന്. സ്വാർത്ഥതയ്ക്ക് വലിയ കാര്യമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ അസൂയയും അഹങ്കാരവും അത് മനുഷ്യൻ വലിച്ചെറിയേണ്ട മ്ലേച്ഛമായ ചിന്താഗതികളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നന്ദി, ജനങ്ങളോട് നന്ദി എന്നൊരു വാക്ക് പറയുന്നതിൽ മടി കാണിക്കാൻ പാടില്ല എന്നും തിരിച്ചറിയുന്നു. ക്ഷമ എന്നൊരു വാക്ക് പറയുന്നൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കലും ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പം ഇതൊക്കെ അവർ ജനങ്ങളോട് പങ്കുവെക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില ബോധ്യങ്ങളാണ്. മരണം മുമ്പിൽ വരുമ്പോൾ ഞാൻ എൻ്റെ മക്കളോടൊപ്പം കഴിഞ്ഞത് കുറഞ്ഞ കാലമാണ്. 5ഉം 2ഉം വയസ്സുള്ള 2 മക്കളാണ് എനിക്കുള്ളത്. ആ 2 മക്കൾക്കൊപ്പം കടന്നുപോയ ദിവസങ്ങളിൽ അവർക്ക് നല്ല സ്നേഹം കൊടുത്തിട്ടുണ്ട് എന്ന്, അവരോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ ഭാര്യയോടും അങ്ങനെ തന്നെ. അതിൻ്റെ അവസാനം വരുമ്പോൾ എൻ്റെ ഭാര്യയോടൊപ്പം നീണ്ട കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ 5ഉം 2ഉം വയസ്സുമുള്ള മക്കളടക്കം ഞങ്ങളൊരു കുടുംബമായി ജീവിച്ചപ്പോൾ ഞാൻ അവളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അങ്ങേയറ്റം വിശ്വാസമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ വിഷയത്തിൽ അവൾ എത്രത്തോളം തൃപ്തയാണ് എന്ന്, എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എന്ന നിലയിലൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഈ സ്ത്രീ സ്റ്റേജിലേക്ക് കയറിയിട്ട് ദയവായി അങ്ങ് മരിക്കരുത് എന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് പറയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് മരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ പാഠങ്ങളെല്ലാം കൂടി അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതിന് ലാസ്റ്റ് ലെക്ചർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമായി പിന്നെ രൂപീകരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ പാഠം എന്ന നിലയിൽ ഒരു പുസ്തക രൂപത്തിൽ 2008 ഇത് പുറത്തു വരുന്നു. അമേരിക്കയിൽ അന്ന് ഏറ്റവും ബെസ്റ്റ് സെല്ലറായി ആ വർഷം മാറുന്നു. തുടർന്ന് ആ ദശകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച ഗ്രന്ഥം എന്ന നിലയിലാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ മനുഷ്യൻ മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടായ തിരിച്ചറിവുകളുണ്ടല്ലോ, ആ ബോധ്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഉണ്ടാവുന്നില്ല എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. മരണം ഏത് നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് വന്നേക്കാം, ഏത് നിമിഷവും നമ്മൾ മരണപ്പെട്ടേക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ആ മരണത്തെ തെല്ലും ഭയപ്പെടാതെ, മരിക്കുമെന്ന ബോധ്യമില്ലാതെ നമ്മൾ യഥേഷ്ടം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പക വെച്ചുകൊണ്ടേയിരിക്കുന്നു, അന്യോന്യം പകയാണ് കൊണ്ട് നടക്കുന്നത്, വിരോധങ്ങൾ കൊണ്ട് നടക്കുന്നു, അസൂയയും അഹങ്കാരവും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു.
ഈ ഭൗതികമായ വിഭവങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ കണ്ണീരുകൾ വീട്ടുന്നതിൽ നമുക്കൊരു മടിയുമില്ല. സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി അവരുടെ കണ്ണീര് വീഴുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറ് പോലുമില്ല. നമ്മുടെ വിജയങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, അതിനു വേണ്ടിയിട്ട് ആരെയും ദ്രോഹിക്കാൻ നമുക്കൊരു വൈമനസ്യവുമില്ല. പിണക്കങ്ങൾ കൊണ്ട് നടക്കുകയാണ്, വിരോധങ്ങൾ കൊണ്ട് നടക്കുകയാണ്, തോറ്റുപോകാൻ നമുക്ക് മനസ്സില്ല, എവിടെയും ജയിച്ച ശീലം, അങ്ങനെ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മരണത്തെ ഭയപ്പെടാതെ നമ്മൾ അഹന്തയോടെ ഈ മണ്ണിൽ നിൽക്കുകയാണ്. ആ അഹന്തയുടെ മേലുള്ള പ്രഹരമാണ് നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളും. ഈ മരണത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത കേൾക്കാതെ കടന്നുപോയ ദിവസം ഏതെങ്കിലും ഉണ്ടോ? ഈ മരണത്തിന്റെ നടുക്ക നമ്മൾ ജീവിക്കുന്നത്, മരണങ്ങളുടെ നടുക്ക് ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ചുറ്റും മരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, ഓരോ മനുഷ്യർ മരിച്ചു വീണുകൊണ്ടേയിരിക്കുന്നു. ചിലതൊക്കെ വലിയ ദുരന്തങ്ങളാണ്. നമ്മളെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഉയർന്ന ആ വിമാനം 242 പേരുമായി ഉയരുമ്പോൾ 241 പേർക്കും രക്ഷപ്പെട്ടു പോയ ഒരേ ഒരാളാണ്. അള്ളാഹു മരണം അയാൾക്ക് വിധിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ആ മനുഷ്യന് സമയമാകാത്തത് കൊണ്ട് ആ മനുഷ്യൻ മാത്രം രക്ഷപ്പെടുന്നു. 241 പേരും മരിക്കാൻ വേണ്ടി ഫ്ലൈറ്റ് കയറിയവരല്ല, ജീവിക്കാൻ വേണ്ടിയാ. സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് പറന്നുയർന്നവർ നിമിഷങ്ങൾക്കകം ഒരു പിടി ചാരമായി അവസാനിക്കുമ്പോൾ അതിൽ വലിയ സങ്കടമുണ്ട് നമുക്ക്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സങ്കടത്തിൽ പങ്കാളികളാവുന്ന ആ നഷ്ടങ്ങൾ, മരണമെന്ന ജീവൻ നഷ്ടം മാത്രമല്ലല്ലോ, ഓരോ മരണങ്ങളും ഒരുപാട് പേരെ അനാഥരാക്കുന്നുണ്ട് ഇവിടെ, ഒരുപാട് പേരെ വിധവകളാക്കുന്നു ഇവരെ, ഒരുപാട് പേരെ നിരാരംഭലാക്കി മാറ്റുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഓരോ മരണങ്ങളും അവശേഷിപ്പിക്കുന്ന കുറെ ജന്മങ്ങൾ ബാക്കിയുണ്ട്. ആ നൊമ്പരങ്ങൾക്കൊപ്പം നമ്മളും ചേർന്ന് നിൽക്കുന്നു, ആ സങ്കടക്കാർക്കൊപ്പം നമ്മളും ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്, മരണം എത്ര ആകസ്മികമായി കടന്നു വരുന്നത്, എത്ര പെട്ടെന്ന് മരണം സംഭവിച്ചത്. ആരും മരണത്തെക്കുറിച്ച് ആലോചിക്കാത്ത, ചിന്തിക്കാത്ത സമയത്ത് ഉയർച്ചയിലേക്കും വിജയങ്ങളിലേക്കും പറന്നുയർന്നവർ മരണത്തിലേക്ക് ഒരു പിടി ചാരമായി വാരിക്കൂട്ടാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരു പിടി ചാരമായി മനുഷ്യനെന്ന അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ അത് നമുക്ക് ഞെട്ടലോടെ അല്ലാതെ ആ വാർത്ത കേട്ടിരിക്കാൻ കഴിയില്ല. അത് വലിയൊരു ഓർമ്മപ്പെടുത്തലല്ലേ. നമ്മൾ സേഫ് സോണിലാണ് ആരെ കണക്കാക്കിയത്? നമ്മൾ സേഫിലാണ്, നമുക്ക് മരണമൊന്നും വരാനില്ല, അല്ലെങ്കിൽ വന്നേക്കാം, എന്നായാലും മരണം വരുമെന്നതിൽ തർക്കവുമില്ല ആർക്കും. മരണത്തിന് നടുക്കാൻ നമ്മൾ ജീവിക്കുന്നത്. എത്ര മരണ വാർത്തകൾ ഈ ദുരന്തം മാത്രമാണോ? നമുക്ക് ചുറ്റും മരണ വാർത്തകൾ വരാത്ത ഫാമിലി ഗ്രൂപ്പുകളിലാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളിലാകട്ടെ, മരണ വാർത്തകൾ വരാത്ത ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണാൻ കഴിയും നമുക്ക്? ഇല്ല, ദിവസവും മരണമാണ്. അവിടെ ഒരാൾ മരിച്ചു, ഇവിടെ ഒരാൾ മരിച്ചു, അങ്ങനെ ചുറ്റും മരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ മരണങ്ങളൊന്നും നമ്മളെ എന്ത് ചെയ്യുന്നില്ല, ഉപദേശിക്കാനാകുന്ന വിധം പരുവപ്പെടാതെ പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. നമുക്ക് തമാശയെന്ന് ഇതൊക്കെ വലിയൊരു വാർത്ത മാത്രമാണ്. നമ്മളെ ഒന്നും ബാധിക്കാറില്ല, നമ്മളെ ചിന്തകളെ ബാധിക്കാറില്ല, നമ്മളെ ഹൃദയങ്ങളെ ഇളക്കി കളയാറില്ല ഒരു മരണ വാർത്തയും. ഞൊടിയിടയിൽ കുഞ്ഞുമക്കൾ ഈ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാ പ്രായക്കാരുണ്ട്. ഈ മുണ്ടക്കൈ ദുരന്തമടക്കം, വയനാട് ദുരന്തമടക്കം, നമുക്ക് ചുറ്റും ഇന്ത്യ ഒരുപാട് ദുരന്തങ്ങളിൽ എത്ര മനുഷ്യരാണ് വെള്ളത്തിൽ ഒലിച്ചു പോയത്. ഇന്നും അവശേഷിക്കുന്നവർ, ഇന്നും കിട്ടാതെ അവശേഷിക്കുന്ന ആൾക്കാർ, മണ്ണിനും വെള്ളത്തിനും അടിയിൽ പെട്ടുപോയിട്ട് കുരുങ്ങിപ്പോയിട്ട് ഇന്നും കിട്ടാത്തവർ, കാണാതെ പോയവരെല്ലാം മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് സർക്കാർ ഉത്തരവിടാവുന്ന ഒരു അവസ്ഥയിൽ മണ്ണിന്റെ അടിയിലേക്ക് പെട്ടുപോയിട്ട് ഇന്നും കിട്ടാത്ത ജനങ്ങൾ, ഇന്നും മനുഷ്യന് കിട്ടിയിട്ടില്ല. ആ അവസ്ഥയിലെ ദുരന്തങ്ങൾ വരുന്നത്. നമ്മൾ ആരും സേഫ് അല്ല. ഏത് നിമിഷവും നമുക്ക് വരാവുന്നൊരു മരണം, ആ മരണത്തെ തിരിച്ചറിയാൻ കഴിയണം നമുക്ക്. ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ബോധ്യങ്ങളും ഉണ്ടെങ്കിൽ മനുഷ്യനിവിടെ നന്നായി ജീവിക്കാൻ കഴിയും. ഒരു അസറിൽ പറയുന്നുണ്ട്, പൂർവീകനായ ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് മലക്കുൽ മൗത്ത് വന്നു. മലക്കുൽ മൗത്ത് വന്നപ്പോൾ അയാൾ ചോദിച്ചു, നീ ആരാണെന്ന്. ഒരു കഥയാണ്. നീ ആരാണെന്ന് ചോദിക്കുമ്പോ, എന്നെ കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ സംരക്ഷകരോ തടയാത്തവനാണ് ഞാൻ. ഏത് കൊട്ടാരത്തിലും യഥേഷ്ടം കടന്നു പോകാൻ അനുവാദമുള്ളവൻ, ഏത് സാമ്രാജ്യത്തിന് നടുവിലേക്കും കടന്നു പോകാൻ അനുവാദമുള്ളവൻ, ഏത് മണിയറയിലേക്കും അനുവാദമില്ലാതെ കയറി ചെല്ലാൻ കഴിയുന്നവൻ, അവനാണ് ഞാനെന്ന്. എന്നാൽ പിന്നെ നിങ്ങൾ മരണത്തിന്റെ മലക്കാണെന്ന്. മണിയറയിൽ അനുവാദമില്ലാതെ കയറാൻ കഴിയുന്നവൻ, കൊട്ടാരങ്ങളിൽ അനുവാദമില്ലാതെ കയറാൻ കഴിയുന്നവൻ, അത് മലക്കുൽ മൗത്താണ്, മരണത്തിന്റെ മാലാകയാണല്ലോ നിങ്ങളെന്ന്. എന്നെയും കൊണ്ടുപോകാൻ വന്നതാണോ? ഞാൻ ഒരുങ്ങിയിട്ടില്ല എന്ന്. ഞാൻ ഒരുങ്ങിയിട്ടില്ല വരാൻ വേണ്ടിയിട്ട്, ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല എന്ന്. നിങ്ങളുടെ ഇന്ന ആള്, നിങ്ങളുടെ ബന്ധുവിൽപ്പെട്ട ഇന്നൊരാളെ നിങ്ങൾക്ക് അറിയുമോ എന്ന്. അറിയുമല്ലോ എന്ന്. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം മരിച്ചുപോയി എന്ന്. നിങ്ങളുടെ അയൽക്കാരൻ ഇന്ന വ്യക്തിയോ അറിയുമോ നിങ്ങൾക്ക്? അറിയാം എനിക്ക്, അയാൾ എവിടെയെന്ന്. അയാൾ മരിച്ചുപോയി എന്ന്. അങ്ങനെ കുറെ ആൾക്കാർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ പേരുകൾ പറഞ്ഞു. എല്ലാവരെയും ഇയാൾക്കറിയാം. എല്ലാവരും മരിച്ചുപോയി എന്ന് പറയുന്നു. എല്ലാവരും മരിച്ചുപോയപ്പോ ഓരോ മരണവും നിങ്ങൾക്കൊരു പാഠമാകേണ്ടതില്ലേ? നിങ്ങളും ഒരു ദിവസം മരിക്കുമെന്നല്ലേ ഓരോ മരണങ്ങളും നിങ്ങളോട് പറയേണ്ടത്? അതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരുന്നില്ല എന്ന് മരണത്തിന്റെ മലക്ക് ചോദിച്ചു അത്രേ. ഒരു കഥയാണെങ്കിൽ പോലും വലിയ ഗൗരവമുള്ള ഒരു ഉപദേശം നമുക്ക് മുമ്പിലുണ്ട്. എത്ര മരണങ്ങൾ കടന്നുപോയി നമുക്ക് ചുറ്റും. മരണ വാർത്തകൾ വായിക്കാത്ത, കേൾക്കാത്ത ദിവസങ്ങളൊന്നും കടന്നു പോയിട്ടില്ല എന്നിരിക്കുമ്പോൾ നാളത്തെ വാർത്ത ഞാനെന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല?
നമ്മുടെ കോൺഫിഡൻസ് ആണത്, നമ്മുടെ ഒരു ആത്മവിശ്വാസമുണ്ട്. മരിക്കുമെന്നതിൽ തർക്കവുമില്ല. ആർക്കെങ്കിലും ഉണ്ട് തർക്കം? ഒരു മനുഷ്യനുമില്ല. 1.5 ലക്ഷത്തിലേറെ മനുഷ്യന്മാരുടെ മരണം നടക്കുന്ന ലോകത്ത് ഒരു ദിവസം ഞാനും മരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മരണത്തെ ഒരു മനുഷ്യനും, ഒരു ജാതിക്കാരനും, ഒരു മതക്കാരനും, ഒരു എത്തിസ്റ്റ് നിഷേധിക്കുന്നില്ല. ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. എല്ലാവരും അംഗീകരിക്കുന്നു മരിക്കുമെന്ന്. പക്ഷേ ആ മരണം എപ്പോ സംഭവിക്കുന്നു ചോദിച്ചാൽ എല്ലാവരും വിദൂരതയിൽ നിർത്തേണ്ടതിനെ. ഞാനിന്നങ്ങ് മരിക്കൂല. ഞാൻ മരിക്കണമെങ്കിൽ എൻ്റെ മക്കൾ വളരണം, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം, അവർക്ക് ജോലി കിട്ടണം. അങ്ങനെ എൻ്റെ ലക്ഷ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയണം. അവർ മക്കളുണ്ടാകണം, അവരെ മക്കളെയും ഞാൻ താലോലിക്കണം. എൻ്റെ പേരമക്കളെയും താലോലിച്ച് സന്തോഷത്തോടെ കുടുംബത്തോടെ 70-80 വർഷവും എൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞു പോകും സുഖമായി. 80-90 ഒക്കെ കഴിയുമ്പോൾ ഒരു ദിവസം ഞാനും മരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കണക്കാക്കുന്നത്. ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത്? അത് നമ്മൾ ആലോചിക്കാനുള്ളത്. എന്തുറപ്പിന്റെ ബലത്തിലാണ് നമ്മളുള്ളത് എന്ന്. ഈ ഉവൈസുൽ ഖർണിക്ക് സഹായവുമായി വന്നു. ഈ രാജാവിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു സ്വർണ്ണ നാണയങ്ങൾ സഹായവും കൊണ്ടുവന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ആവശ്യമില്ല, തൽക്കാലം ദാരിദ്ര്യവും പട്ടിണിയും ഒന്നുമില്ല, എന്റെ ഒരു നാണയമുണ്ട് എന്ന്. ഒരു നാണയം എന്റെ കൈവശമുണ്ട്, അതുകൊണ്ട് തൽക്കാലം എനിക്ക് വേണ്ടാന്ന്. ഒരു നാണയമല്ലേ ഉള്ളൂ എന്ന്. നാളെയും ജീവിക്കണ്ടേ എന്ന്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യങ്ങളില്ലേ എന്ന്, ഇതിരിക്കട്ടെ എന്ന്. അത്രയും പരമദാരിദ്ര്യത്തിൽ ആ മനുഷ്യൻ പറഞ്ഞ ഒരു നാണയമുണ്ട് എന്ന് പറയുമ്പോൾ അല്പസഹായമായിട്ട് കിട്ടിയ നാളെയും ജീവിക്കണ്ടേന്ന്. അയാൾ പറഞ്ഞ മറുപടി, ഈ ഒരു നാണയം തിരുവോളം ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ ഒരു നാണയം എൻ്റെ കൈവശമുള്ളത് പോലും ഞാൻ ഉപയോഗിച്ച് തീർക്കുവോളം ഞാൻ ഈ മണ്ണിൽ ജീവിക്കുമെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുക? എനിക്കത് ഉറപ്പില്ല. ഈ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത നിമിഷം പോലും മനുഷ്യൻ കടന്നു പോകുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്നിരിക്കുമ്പോ നമുക്ക് ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടി? അത് പാടില്ല. ഓരോ നിമിഷവും മരണത്തെ ഭയപ്പെടണം. ഓരോ നിമിഷവും മരണം വരുമെന്നുള്ള ചിന്ത നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അപ്പോഴേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ, അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയൂ, അവിടെ നമുക്ക് ദുനിയാവിനെ വിട്ടുപിടിക്കാൻ കഴിയൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഒരു പരാജയവും നിരന്തരമല്ല, ഒരു നഷ്ടവും നിരന്തരമല്ല, ഒരു തോൽവിയും നമ്മളെ ഭീഷണിപ്പെടുത്തില്ല. നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ വലിയ കയ്പ് തോന്നുന്നു. നമുക്ക് ജയിക്കാൻ വേണ്ടി വാശി കാണിക്കുന്നു. വാശിയും വൈരാഗ്യവും പകയും കൊണ്ട് നടക്കാണ്. എന്തുകൊണ്ടെന്നറിയുമോ? നമ്മുടെ നഷ്ടങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാരണം മരണത്തെക്കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ടാ. എത്ര വലിയ നഷ്ടങ്ങളുള്ള മനുഷ്യനും അവൻ ആലോചിക്കാലോ, എന്നായാലും ഒരു ദിവസം മരിക്കേണ്ടവനാണ് നമ്മൾ. എല്ലാത്തിനും അപ്പുറത്ത് മരണം നമ്മളെ കാത്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ആരോടും പകവെക്കാൻ കഴിയില്ല. ആ ചിന്തയെ കൊണ്ടുവരാൻ കഴിയുന്നത്, അതാ കൊണ്ടുവരാൻ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഉപദേശി കഫാ ബിൽ മൗതി വഅഇല എന്ന്. ഒരു മനുഷ്യനോട് ഏറ്റവും നല്ല ഉപദേഷ്ടാവാണ് മരണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം നമുക്ക് പറ്റിയ ഏറ്റവും നല്ല ഉപദേഷ്ടാവാ. പുറത്തുനിന്ന് വാളിന് വേറെ ആരെയും വിളിക്കണ്ട. പ്രസംഗിക്കാനും ഉപദേശിക്കാനും നമ്മൾ മറ്റൊരാളുടെ പണത്തിന് വിളിക്കേണ്ട കാര്യമില്ല. എപ്പോഴും മരണം നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ഓരോ മരണ വാർത്തയും മരണത്തിന്റെ അടയാളങ്ങളായി കടന്നു വരുന്ന ജീവിതത്തിലെ മാറ്റങ്ങൾ. വാർദ്ധക്യം വന്നില്ലേ, ജരാനരകൾ ബാധിച്ചില്ലേ, പ്രായം ഓരോന്ന് കഴിയും തോറും മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കാണ്. ഒരു ദിവസം നീ മരിക്കുമെന്ന് പറയാതെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. നിന്നെയും തേടി മരണം വരുമെന്ന് പറയുന്ന ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന് തുടുപ്പും മനുഷ്യനോട് പറയുന്നത് ഇനൽ ഹയാത്ത ദഖായികും വസവാനി എന്ന്. മനുഷ്യനെ, നിന്റെ ജീവിതം എന്നുള്ളത് സെക്കൻഡുകളും മിനിറ്റുകളുമാണ് എന്ന് മനുഷ്യനോട് പറഞ്ഞുകൊണ്ടാണ് ഹൃദയത്തിന്റെ മിടിപ്പ് പോലും ഉള്ളത്. നമ്മുടെ ഹൃദയത്തിന്റെ ആ പ്രവൃത്തി അത് നിലച്ചു പോയാൽ അപ്പോൾ മരണമായി. ഹൃദയമിടിക്കാൻ ഒരു സെക്കൻഡ് വേണ്ട, ഒരു തവണ ഒന്ന് ഹൃദയം തുടിക്കാൻ. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സെക്കൻഡ് പോലും തികച്ചു വേണ്ട ഒരു ഹൃദയമിടിപ്പ്, അത് നിലയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് തികച്ചു വേണ്ട മരണത്തിലേക്കുള്ള ദൂരം. അത്രയും ചെറുതാണ് മരണത്തിനും മനുഷ്യനും ഇടയിൽ ദൂരം. അൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ മനുഷ്യരെ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറുണ്ടല്ലോ, കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വാറ് നിങ്ങളുടെ പാദത്തോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മരണം നിങ്ങളോട് ചേർന്നുണ്ട്. ഒരു നിഴൽ പോലെ മരണം നിങ്ങളെ പിൻപറ്റിക്കൊണ്ടേയിരിക്കുന്നു, പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്. അത് ഒരു നാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. പടച്ചവൻ നിശ്ചയിച്ച ഒരു സമയം വരുമ്പോ, അള്ളാഹു നിശ്ചയിച്ച നിമിഷം ഏതാണോ ആ നിമിഷത്തിൽ വരും. അത് നമ്മൾ മണിയറയിലായിരിക്കാം, ഒരുപക്ഷെ മണിയറയിലായിരിക്കാം. അല്ലെങ്കിൽ നമ്മളെയൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊക്കെ പഠിച്ച് ഒരുപാട് ബിരുദങ്ങൾ എടുത്ത് ആദ്യമായി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്കൊരു ജോലി കിട്ടി. എത്രയോ ലക്ഷങ്ങൾ മുടക്കി പഠിച്ചു, നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ചിട്ട് അവസാനം ഒരു ജോലി കിട്ടി. ജോലിയിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ആദ്യ നാളിൽ നമ്മൾ മരിച്ചു വയ്ക്കാം. അവിടെയും മരണം വന്നേക്കാം. മരണത്തിന് അങ്ങനെയൊന്നുമില്ലല്ലോ, അങ്ങനെയെങ്കിലും മരണത്തിനില്ല. മരണം എവിടെയും വരും. നമ്മൾ ഏറ്റവും വലിയ സന്തോഷത്തിലിരിക്കുമ്പോഴും മരണം കടന്നു വരും. രംഗബോധമില്ലാത്ത കോമാളി എന്ന് മരണത്തെക്കുറിച്ച് ആശാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്.
അതിന് രംഗബോധവുമില്ല. ഏത് രംഗത്തും വരും, മണിയറയിലും വരും, ലേബർ റൂമിലും വരും. എല്ലാവരും വിചാരിക്കും ICU റൂമിൽ മാത്രമാണ് മരണം വരിക എന്ന്. അവിടെ മാത്രമേ ജനങ്ങൾ മരണത്തെക്കുറിച്ച് ആശങ്കിക്കാറുള്ളൂ. ഒരു ICU വാർഡിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ബന്ധുക്കൾക്കെല്ലാം വലിയ ഉത്കണ്ഠയാണ്. 50-50 ആണ് ഡോക്ടർമാർ പറയുന്നത്, 50%. അതുകൊണ്ട് മരിക്കുമോ അതിജീവിക്കുമോ എന്ന് ഹോസ്പിറ്റലിനകത്തും കാത്തിരിക്കുന്നു ബന്ധുക്കൾ, പുറത്തും കാത്തിരിക്കുന്നു. അങ്ങനെ വിദൂരതകളിരിക്കുന്ന ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഫോൺ വഴിയും അന്വേഷിക്കുന്നു എന്തായി എന്ന്. എന്തായി എന്ന അന്വേഷണമാണ്. എല്ലാവർക്കും ഉത്കണ്ഠയിലാണ്. കാരണം ICUവിലാണ്, ആ വാർഡിനകത്ത് വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലാണ്. മരിക്കുമോ അതിജീവിക്കുമോ എന്നുള്ള ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ICU വാർഡിൽ ആ പേഷ്യന്റിന്റെ അതേ അവസ്ഥയിലല്ലേ നമ്മളും കടന്നു പോകുന്നത്. മരിക്കുമോ ജീവിക്കുമോ എന്ന് ഓരോ സെക്കൻഡുകളിലും നമ്മൾ അങ്ങനെയാണ് കടന്നു പോകുന്നത്. മരിക്കുമോ ജീവിക്കുമോ എന്ന് അറിയില്ല നമുക്ക് എപ്പോഴാണ് മരണം പതിയിരിക്കുന്നത് എന്ന്. എത്ര പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റുമുണ്ട്. എത്രയോ ആൾക്കാരെ മരണം വന്നപ്പോൾ നമ്മൾ കേട്ടു, അയ്യോ പെട്ടെന്നായിരുന്നല്ലോ മരണം, എത്ര പെട്ടെന്ന് മരിച്ചു, ചെറിയ പ്രായമായിരുന്നല്ലോ എന്ന്. പക്ഷെ ആ വിഷമവും സങ്കടവും അതിന് ഗൗരവവും നമ്മുടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ ഇതാക്കിയിട്ടില്ല, നമ്മൾ ഫീൽ ചെയ്യിച്ചിട്ടില്ല, നമ്മൾ ബാധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളാണ് ആ സ്റ്റേജിൽ മരിക്കുന്നതെന്ന്. ചെറുപ്പക്കാരനാണ്, മക്കളുള്ള ആളാണ്, ചെറിയ മക്കൾ വളർന്നു വരുന്ന ഒരു ആളാണ്, അയാളെ മരണപ്പെട്ടു പോയത്. ആ വാർത്ത എന്നെ കുറിച്ചാണെങ്കിൽ, എൻ്റെ മക്കൾ അനാഥമായി, എൻ്റെ ഭാര്യ വിധവയായി, ഞാനാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നിങ്ങളിടയിലും അത് വാർത്തയായി ചർച്ച ചെയ്യപ്പെടുമെന്നല്ലാതെ ആലോചിച്ചു നോക്കണം. ഓരോ മരണങ്ങൾ അങ്ങനെയല്ല നമ്മൾ ആലോചിക്കാനുള്ളത്. എല്ലാവരും മരിക്കുമെന്ന് പറയുമ്പോൾ ആ എല്ലാവരിലും എന്നെ ഉൾപ്പെടുത്താൻ ഞാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ ചിന്തയുടെ കുഴപ്പം. സ്വയം ചിന്തിക്കണം. ആ വ്യക്തി ഞാനാണെങ്കിൽ നോക്കൂ, എൻ്റെ മക്കൾ അനാഥമായി, എൻ്റെ ഭാര്യ വിധവയായി, എൻ്റെ മാതാപിതാക്കൾക്ക് മകനില്ലാതായി, ഒരു കുറെ കൂട്ടുകാർക്ക് സങ്കടമായി, കൂട്ടുകൂടാനും സഹകരിക്കാനും ആളില്ലാതെയായി മാറി. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഞാൻ ആലോചിക്കണം, ഈ നഷ്ടങ്ങൾക്കും അപ്പുറത്തേക്ക് പിന്നെയും അവർക്ക് ജീവിക്കാൻ വകുപ്പുകൾ ഉണ്ടാവും. പക്ഷെ ഞാൻ ആരായി? മയ്യത്തായി കടന്നു പോയപ്പോൾ ഞാൻ എന്ത് കൊണ്ടുപോയി? ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ? എൻ്റെ മക്കൾക്ക് ഭാര്യയും ബന്ധുമിത്രാദികളും ബാക്കിയും കൂടെയുണ്ട്, എൻ്റെ കൂട്ടുകാർക്ക് ഇനിയും കൂട്ടുകാരുണ്ട്. പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയത് ഞാൻ മാത്രമാണ്. എൻ്റെ കൈവശമാണെങ്കിലും ഒന്നുമില്ല, ഞാനൊന്നും കണക്കാക്കിയിട്ടുമില്ലല്ലോ. അതല്ലേ നമ്മൾ ആലോചിക്കാനുള്ളത്. എന്താ കൊണ്ടുപോയത്? കുറെ ആൾക്കാരോടുള്ള പകയും വിദ്വേഷങ്ങളും, അന്യായമായി തട്ടിപ്പറിച്ചതും കുറെ ഹലാലുകളില്ലാത്ത ഹറാമുകളും ഒക്കെ അല്ലാതെ, പറഞ്ഞുപോയ മ്ലേച്ഛ വാക്കുകളുടെ പാവഭാരങ്ങൾ, ചെയ്തു കൂട്ടിയിട്ടുള്ള തിന്മകൾ, പറഞ്ഞുപോയ തിന്മകൾ, സമ്പാദിച്ചു കൂട്ടിയ ഹറാമുകളല്ലാതെ എന്താ മനുഷ്യരെ കൊണ്ടുപോയത്? മനുഷ്യ ഹൃദയങ്ങൾ പകകളും അസൂയകളും അഹങ്കാരങ്ങളും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ മലീമസമായ ഹൃദയം കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ പോയാൽ എങ്ങനെ രക്ഷപ്പെടുക? അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ഇല്ല അമ്മന്നതല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധമായ ഒരു ഹൃദയമെങ്കിലും കൊണ്ടുപോകാൻ മനുഷ്യനെ കൊണ്ട് കഴിയണ്ടേ? അതിനെപ്പോഴും മരണത്തെ മുമ്പിൽ കാണണ്ടേ? നമ്മൾ ഏത് നിമിഷവും മരണം വന്നേക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറൂ ദിക്റ ഹാദിമുൽ ലദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന, ജീവിതത്തിന്റെ എല്ലാ കണക്ഷനുകളും കട്ട് ചെയ്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ആലോചിക്കണേ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും മുറിച്ചു കളയുന്ന ഒരു സംഗതി, അതിന്റെ പേര് മരണമെന്ന്. ആ മരണത്തെക്കുറിച്ച് ആലോചിക്കൂ എന്ന്, നിരന്തരമായി മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിരന്തരമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ഏത് നിമിഷവും ഈ ലോകത്തിലുള്ള ഓരോ മരണങ്ങളും നമ്മളെ അത് ഓർമ്മപ്പെടുത്തണം. യുദ്ധങ്ങളും കെടുതികളും എത്ര മരണങ്ങൾ! ഈ ഗസയിലെ പട്ടിണികളെക്കുറിച്ചും അവിടുത്തെ മരണങ്ങളെക്കുറിച്ചും പട്ടിണി മരണങ്ങളെക്കുറിച്ചും നമ്മൾ വാർത്തകൾ വായിക്കുന്നവരാ. ഓരോ സ്ഫോടനങ്ങളും യുദ്ധങ്ങളും നടക്കുമ്പോൾ, കലാപങ്ങൾ നടക്കുമ്പോൾ മരിച്ചു വീഴുന്നവരെ കുറിച്ച് വാർത്തകൾ നമ്മുടെ മുമ്പിലുള്ളതാ. പക്ഷെ അതങ്ങ് നമ്മൾ നമ്മളെ ബാധിച്ചിട്ടില്ല. ആ സങ്കടങ്ങൾ നമ്മുടെ മുമ്പിലില്ല. നമ്മളിപ്പോഴും നമുക്ക് മൃഷ്ടാംഗ ഭോജനമുണ്ട്, മതിമറന്നുറങ്ങാനുള്ള വെമ്പല്ല നമ്മളുള്ളത്. അവിടെ പ്രശ്നമുള്ളത്. പാവങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല, തിന്മകളെ കുറിച്ച് ആലോചിക്കുന്ന വീണ്ടും വിചാരങ്ങളില്ല. മരിക്കും, ഉടനെ നമ്മൾ മരിക്കുമെന്ന് ചിന്തിച്ചാൽ അവിടെയുള്ള നേട്ടം എന്ന് പറയുമോ, നമ്മൾ പാവം ചെയ്യാൻ നമുക്ക് മടിയുണ്ടാകും, തിന്മകളിൽ ഏർപ്പെടാൻ നമുക്ക് ഭയമുണ്ടാകും. ഒരു തെറ്റിന്റെ സാഹചര്യം ഉണ്ടായാൽ പോലും മാറി നടക്കാൻ നമുക്ക് തോന്നും. കാരണം മരണം വരാനിരിക്കുന്നു. ഏത് നിമിഷവും നമ്മൾ മരിച്ചേക്കാം. ഈ പ്രവൃത്തിയിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, ഈ തിന്മയിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കുമെന്ന ബോധ്യം നമുക്കുണ്ടാകും. തിന്മയിൽ നിന്ന് മാറി നടക്കാൻ മരണചിന്ത മനുഷ്യനെ പ്രേരിപ്പിക്കും. മാത്രമല്ല, നമ്മൾ തെറ്റുകൾ ചെയ്തു പോയാലോ എത്രയും വേഗം പശ്ചാത്താപിക്കണമെന്നൊരു മനോഭാവം മനുഷ്യനുണ്ടാകും. ഏത് നിമിഷവും മരണം വരാമെന്ന് പറയുമ്പോൾ മനുഷ്യൻ പാവങ്ങൾക്ക് വളരെ പെട്ടെന്ന് പശ്ചാത്താപിക്കാൻ തയ്യാറാകും. അത് ചിന്തയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. മരണചിന്തയുടെ ഏറ്റവും വലിയ നേട്ടമാണ് ഒരു മനുഷ്യനെ എപ്പോഴും പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത്. ഏത് നിമിഷവും മരിക്കാമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തു പോയ പാവങ്ങൾ പടച്ചവനോട് പറഞ്ഞ് പൊറുപ്പിക്കാനുള്ള ശ്രമം വിശ്വാസം നടത്തും. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോഴും റമദാൻ വരട്ടെ എന്ന്
അടുത്ത റമദാൻ വല്ല ആവട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവസാനം എല്ലാം കൂടെ ചേർത്തൊരു ഹജ്ജ് ചെയ്യാം. സമയമുണ്ടല്ലോ, എല്ലാത്തിനും സമയമുണ്ടല്ലോ എന്ന്. നമുക്ക് സമയമുണ്ട് എന്നൊരു ഉറപ്പ്, അതാ വിഷയം. അത് മാറിയിട്ട് മരിക്കും, ഏത് നിമിഷവും നമ്മൾ മരിക്കുമെന്നൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ഓർമ്മയാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് നമുക്ക് ജീവിതത്തിന് താളമുണ്ടാവുക. ഈ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഹൃദയത്തിന്റെ കഠിനതയെക്കുറിച്ച് സംസാരിക്കപ്പെട്ടു. ഈ ഹൃദയം കടുത്തുപോയി റസൂല്. വലിയ ഹൃദയത്തിന് എങ്ങനെ ഹൃദയം ഒന്ന് നിർമ്മലമാക്കുക, ഹൃദയം എങ്ങനെയാണ് നിർമ്മലമാക്കുമെന്ന് മയപ്പെടുത്തന്റെ കടുത്തുപോയി എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കൊടുത്തത് ഉപദേശം മരണത്തെക്കുറിച്ച് നീ ആലോചിക്കുക. മരണചിന്തയുള്ള മനുഷ്യന്റെ ഹൃദയം നിർമ്മലമായി തീരുമെന്ന്. അവിടെ കടുപ്പമുണ്ടാവില്ല, കടുംപിടുത്തങ്ങളും ഉണ്ടാവില്ല. വിട്ടുവീഴ്ച ചെയ്യാൻ, ക്ഷമിച്ചു എന്ന് പറയാൻ, ഒരു മനുഷ്യന് നന്ദി കാണിക്കാൻ, കമ്മിറ്റ്മെന്റുകൾ, കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കാൻ നമുക്ക് തടസ്സമുണ്ടാവില്ല. നമ്മൾ രക്തബന്ധങ്ങളെയും വലിച്ചെറിയാണ്, കുടുംബക്കാരെയും കൂട്ടുകാരെയും വലിച്ചെറിയുന്നു. എന്തിനാ? പണത്തിന് വേണ്ടി. ബന്ധങ്ങളില്ല, സഹോദരങ്ങൾ തമ്മിലടിയാണ്, കേസ് പറച്ചിലാണ്. എന്തിനാ? വസ്തുവിന് വേണ്ടി, ഒലിച്ചാൻ ഭൂമിക്ക് വേണ്ടിയിട്ട് പിണങ്ങി കഴിയുന്ന സഹോദരങ്ങൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വിട്ടുകൊടുത്താൽ നഷ്ടം തന്നെയല്ലേ എന്ന്. നഷ്ടമാണ്. എവിടത്തെ നഷ്ടമാണ്? ദുനിയാവിന്റെ നഷ്ടം. ഇതാരും കൊണ്ടുപോകില്ലല്ലോ മനുഷ്യരെ. ഈ ഭൂമിയിലുള്ളതൊക്കെ മുമ്പ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരൊക്കെ ഉപയോഗിച്ചതാ? ഇന്ന് നമ്മുടെ കൈവശം ഇരിക്കുന്നതെല്ലാം മറ്റാരൊക്കെ ഇവിടെ ഉപയോഗിച്ചവരാണ്. അവരാരും ഇന്നിവിടെ ഇല്ല. അവരെല്ലാവരും മൺമറഞ്ഞു പോയിട്ടുണ്ടെന്ന് ഖുർആൻ. കദാലിക ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. ഇതുപോലെയാണ് അല്ലാഹുവിന്റെ സിസ്റ്റം. മറ്റൊരു സമൂഹത്തിലേക്ക് പറിച്ചു കൊടുക്കും. നമ്മളെ കയ്യിൽ ഇരുന്നാലും ഇല്ലെങ്കിലും ഈ ഭൂമിയിലുള്ള വിഭവങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോകും. ഇത് മറ്റുള്ളവർ കൈകാര്യം ചെയ്യും, മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കേണ്ടതാണ്. പിന്നെ എന്തിനാണ് ഒരിച്ചാൻ ഭൂമിക്ക് വേണ്ടി നമ്മൾ തമ്മിലടിക്കണം? എന്നും രക്തബന്ധങ്ങൾ പിണങ്ങിയിരിക്കണം. മാതാപിതാക്കളോട് പോലും പിണക്കവും വൈരാഗ്യബുദ്ധിയും കൊണ്ട് നടക്കുന്ന ആൾക്കാർ, ശത്രുക്കളെ പോലെ മാതാപിതാക്കളെ കാണുന്ന മക്കൾ, ഓഹരി വെച്ചതിൽ കുറഞ്ഞു പോയതിന്റെ പരിഭവമോ? അതെ, ആൺമക്കൾക്കും പെൺമക്കൾക്കും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തുല്യത ഇല്ലാതെ പോയി എന്നതിന് പരിഭവമോ? എന്താ പ്രശ്നം? എന്തിന്റെ പേരിലാണ് മാതാപിതാക്കളോട് പിണങ്ങിയിരിക്കുന്നത്? എന്തിനാണ് അവരെ ഉപേക്ഷിക്കുന്നത്? എന്തിനാണ് അവഗണിക്കുന്നത്? കിട്ടിയ വിദ്യാഭ്യാസത്തിന്റെ ഹുങ്കോ? മാതാപിതാക്കൾ നമുക്ക് കിട്ടാത്തതെല്ലാം മക്കൾക്ക് കൊടുക്കണമെന്ന് എല്ലാ കാലത്തുമുള്ള മാതാപിതാക്കൾക്ക് ഒരു വിഷയത്തിൽ ഒരേ സ്വഭാവമാണ്. ഈ വിഷയത്തിൽ എനിക്ക് കിട്ടാത്തതെല്ലാം എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന്. കിട്ടാത്തതെല്ലാം കൊടുത്തു, കിട്ടിയതെല്ലാം കൊണ്ട് വളർന്നപ്പോ മക്കൾക്ക് മാതാപിതാക്കളെ ചൂണ്ടി ഇതെന്റെ ഉപ്പയും ഉമ്മയുമാണെന്ന് പറയാൻ അവന്റെ സ്റ്റാറ്റസ് അനുവദിക്കുന്നില്ല, അവന്റെ യോഗ്യതകൾ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് അവരെ ചൂണ്ടിക്കാണിക്കാൻ മനസ്സില്ല, അവരെ ചേർത്ത് പിടിക്കാൻ സമയമില്ല. വിദേശത്തേക്ക് പറക്കുക എന്നുള്ളതാണ്. അല്ല, വിദ്യാഭ്യാസം കിട്ടി, ഒരു ഓപ്പർച്യൂണിറ്റി, ജോലി സാധ്യതയും കിട്ടിയാൽ എങ്ങനെയും വിദേശത്തേക്ക് പറക്കുക, അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ വിവാഹം കഴിക്കുക, അവിടെ മക്കളുമായി ജീവിക്കുക. എല്ലാം ചെയ്തവൻ നമ്മൾ എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ, എല്ലാം തന്ന മാതാപിതാക്കൾക്ക്, നമുക്ക് വേണ്ടി ഉറക്കമിളച്ചവർക്ക്, നമുക്ക് വേണ്ടി വിശപ്പ് മാറ്റിവെച്ചവർക്ക്, അവരെ വിശപ്പുകൾ മറന്നിട്ടാണ് നമുക്ക് ഒരു ആഹാരം നൽകിയത്. അവരെ ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് നമുക്ക് ഒരു ഫീസ് കെട്ടിയത്. അങ്ങനെ മാതാപിതാക്കൾ ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മളെ വളർത്തിയവൾ ഇന്ന് വൃദ്ധസദനത്തിൽ ഒരുപടി ആഹാരത്തിന് വേണ്ടി വരുന്നിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ എന്താ നമ്മൾ കണക്കാക്കിയത്? ഒരിക്കലും മരിക്കാത്തൊരു ജീവിതത്തിന്റെ പിറകെയാണ് നമ്മൾ പോകുന്നതെന്നോ? ഒരു ദിവസം നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയണ്ടേ? കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കാതെ പടച്ചവന്റെ മുമ്പിൽ പോയി നിന്നാൽ എങ്ങനെയാണ് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുക? ഈ ജീവിതത്തെക്കുറിച്ച് ചോദ്യമുണ്ടാവില്ല അല്ലാഹുവിന്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മൾ നല്ലവരായി ജീവിക്കണമെങ്കിൽ, ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരാൻ, ഹൃദയം നിർമ്മലമാക്കാൻ, കടമകളും കടപ്പാടുകളും ചെയ്യുന്നതിൽ വൈമനസ്യമില്ലാതിരിക്കാൻ, അലസന്മാരായി ജീവിതത്തിൽ കഴിയാതിരിക്കാൻ. അലസത, നമുക്കിപ്പോഴും അലസതയുടെ ഒരു പിടിമുറുക്കമുണ്ട്. ഏത് കാര്യത്തിലും ആലസ്യമാണ്. തിന്നുക, ഉറങ്ങുക, കളിക്കുക, രസിക്കുക. ഈ രസങ്ങളല്ലാതെ അല്പം അധ്വാനിച്ചുകൊണ്ട് എന്തെങ്കിലും പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്, വലിയ മടിയാണ്. എന്തുകൊണ്ടാ മടി? എന്താ ഈ മടിയുടെ കാരണം? ഈ മടിയുടെ കാരണവും നമുക്ക് ആയുസ് ഇനിയും ഒരുപാടുണ്ട് എന്ന് തോന്നലാണ്. ഇനി സമയമൊന്നുമില്ല, ഇനി സമയമില്ല, നിനക്ക് അടുത്ത നിമിഷം മരണമാണ് എന്ന് ഏതെങ്കിലും വ്യക്തിക്ക് മുന്നറിയിപ്പ് കിട്ടിയാൽ, എനിക്ക് എന്നോട് അറിയിക്കപ്പെടുകയാണ് ഇന്ന് ഉച്ച 2 മണിക്ക് മരണപ്പെടും എന്ന് അറിയിപ്പ് കിട്ടിയാൽ ഞാൻ എന്താ ചെയ്യുക? 2 മണിക്ക് മരണമാണെന്നൊരു സന്ദേശം എനിക്ക് കിട്ടി, അതാണ് യാഥാർത്ഥ്യമെന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയാൽ ഞാൻ എന്താണ് ചെയ്യുക? നിങ്ങളെല്ലാവരും പള്ളി കഴിഞ്ഞു പോയാലും ഞാൻ ഈ പള്ളിയിൽ നിന്ന് പോവില്ല. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി ആഹാരം കഴിച്ചാൽ ഞാനൊന്നും കഴിക്കില്ല. ഞാൻ ഈ പള്ളിക്കകത്ത് പ്രാർത്ഥനയുമായിരിക്കും, ഖുർആൻ എടുത്തിരിക്കും. ഇനി എപ്പോഴും ഖുർആൻ ഓതണോ, തസ്ബീഹ് ചൊല്ലണോ, പ്രാർത്ഥിക്കണോ അറിയില്ല, കൺഫ്യൂഷനാണ്, അവസാന നിമിഷങ്ങളാണ്. എന്ത് ചെയ്യണമെന്ന ഒരു വിമ്പലല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും ഫോൺ ചെയ്ത് കടമകളും കടപ്പാടുകളും പറയണോ, ആരോടെങ്കിലും പൊരുത്തം ചോദിക്കണോ, ആലോചനയാണ്. ആരോടെങ്കിലും മാപ്പ് ചോദിക്കാനുണ്ടോ, കടം തന്നവന് തിരിച്ചു കൊടുക്കാനുണ്ടോ? അങ്ങനെയുള്ള വ്യഗ്രതയിൽ കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളായിരിക്കും. ചെയ്യാൻ കഴിയുന്നില്ല ഒന്നും, കാലും കൈ ഓടില്ല.
അതല്ലേ മനുഷ്യന്റെ സാഹചര്യം എന്നുള്ളത്. ഓരോ നിമിഷവും മരിക്കുമെന്ന് കണ്ടാൽ എന്തുമാത്രമുണ്ടോ മാപ്പ് ചോദിക്കാൻ നമുക്ക്, എത്രമാത്രമുണ്ട് പശ്ചാത്തപിക്കാൻ നമുക്ക്, എത്രയോ നന്മകൾ ചെയ്യാൻ അവസരമുണ്ട്. ഖുർആൻ ഓതാനെങ്കിലും നമസ്കരിക്കാനും ഒക്കെ റസൂലിന് മുമ്പിൽ വന്നിട്ട് പറഞ്ഞതെന്താണ്? നബിയെ, നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന്, ഖുശൂ ഇല്ല എന്ന്, ഭയഭക്തിയോടെ നമസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന്. പുണ്യനബി പറഞ്ഞു സുല്ലി സുലാത്ത് മുവദ്ദിഅ എന്ന്, വിടവാങ്ങുന്നവനെ പോലെ നമസ്കരിക്കൂ എന്ന്. മരണമാണ് മുമ്പിൽ, ഇനി നിനക്ക് ജീവിതമില്ല, ജീവിതത്തിന്റെ അവസാനത്തെ നമസ്കാരമാണ് നീ നമസ്കരിക്കുന്നതെന്ന് കണക്കാക്കിയാൽ മതിയെന്ന്. ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന്. ആ നിസ്കാരത്തിൽ റുക്കൂഅ്, സുജൂദ് നമ്മളോട് പ്രത്യേകം ഇനി പറയേണ്ടി വരും. ഇനി ജീവിതത്തിൽ അവസാനത്തെ റുക്കൂഅുകളാണ്, അവസാനത്തെ സുജൂദുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ റുക്കൂലും സുജൂദിലും ഇരുന്നാൽ ഈ വിതുമ്പുന്ന ചുണ്ടുകളോടെയും നിറഞ്ഞ കണ്ണുകളോടെയും മിടുക്കുന്ന ഹൃദയത്തോടെയും അല്ലാഹുവിനെ കുറിച്ച് തസ്ബീഹ് ചൊല്ലിയില്ലേ നമ്മൾ? ഇതിപ്പോ റുക്കൂലും സുജൂദിലും എന്താണ് ചൊല്ലണമെന്ന് നമുക്കും അറിയില്ല. റുക്കൂ ചെയ്താന്ന് ചോദിച്ചാൽ പിന്നീട് നിങ്ങൾ നിസ്കാരത്തിൽ ആരെങ്കിലും വന്നിട്ട് ഗൗരവത്തോടെ നിങ്ങൾ നിസ്കാരത്തിൽ റുക്കൂ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്തില്ലായിരുന്നു, ചെയ്തില്ല, അങ്ങോട്ട് ചോദിക്കുള്ളൂ, ഞാൻ റുക്കൂ വിട്ടുപോയതാണോ എന്നാ ആ ചെയ്ത ഓർമ്മ പോലും ഇല്ല. അങ്ങനെ സാധനം ചെയ്തതായിട്ട് പോലും എല്ലാം ഓട്ടോമാറ്റിക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കീ കൊടുത്ത പാവയുടെ അവസ്ഥയാണ്. നമ്മൾ ബാറ്ററി ഇട്ട് കീ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ആക്ട് ഉണ്ട്, ആ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അതുപോലെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. തെല്ലും ഹൃദയം തട്ടിയിട്ടില്ല ഇവിടെ. ഈ നിസ്കാരത്തിന്റെ ആത്മാവ്, അതിന്റെ ജീവനായ ഖുശൂ, പടച്ചവനെ കുറിച്ചുള്ള ഭക്തി വന്നിട്ടില്ല, എവിടെയും കടന്നു വരാറില്ല. എന്തുകൊണ്ടെന്ന് അറിയുമോ? ഇനിയും എത്രയോ കാലം അവിടെ ജീവിക്കാനുണ്ട്, ഇനി എവിടെ എത്രയൊക്കെ നിസ്കരിക്കാൻ കിടക്കുന്നു, ഇനി എന്തൊക്കെ പദ്ധതികളുണ്ട്. അങ്ങനെ പല ആലോചനകളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് പാടില്ല. ഏത് നിമിഷവും നമുക്ക് മരണം വരും, ഇതെന്റെ അവസാന നമസ്കാരം എന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ദുനിയാവിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയും ആത്മാർത്ഥത ഉള്ളതായി തീരുള്ളൂ, അള്ളാഹുവിന് വേണ്ടിയാവൂ. എപ്പോഴും ദുനിയാവിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ മാറ്റിവെച്ചിട്ട് പരലോകത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ പാകപ്പെടുത്താൻ അത് മതിയാകും. അതാ റസൂൽ പറഞ്ഞത്, ഇബ്നു ഉമറിനോട് പറഞ്ഞത്, ദുനിയാവിൽ നീ ഒരു പ്രവാസിയെ പോലെ കഴിയണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരെ പോലെ കഴിയണം. നിനക്ക് സ്ഥായിയായ സ്ഥലം ഇതല്ല. അതാണ് ചിന്ത വേണ്ടത്. എപ്പോഴായാലും ഈ മഴ തോരുമ്പോൾ ഈ സത്യത്തിന് പുറത്ത് ഞാൻ ഇറങ്ങണം. ഒരു മഴയത്ത് കാൽനടയായി യാത്ര പോയപ്പോൾ ഒരു മഴയത്ത് കയറുന്ന ഒരു വെയിറ്റ് ഷെഡ് പോലെയാണ് ദുനിയാവ്. ഈ മഴ തോരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അത്ര സമയമുള്ളൂ, അത്ര സമയമാണ് ദുനിയാവിൽ നിൽക്കുന്നത്. ഇവിടെയാണോ മനുഷ്യരെ ഈ മണ്ണ് കൊണ്ട് മത്സരം നടത്തുന്നത്? നമ്മൾ ഈ മണ്ണ് കൊണ്ട് കുറെ കെട്ടിടങ്ങൾ പണിതു വരുത്താൻ കരിമ്പാറയിലും കല്ലിലും ഇഷ്ടികയിലും മണ്ണിലും സിമന്റിലുമാണ് പല മനുഷ്യരുടെയും ജീവിതം. നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് നിന്റെ ആഗ്രഹം, എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ പലർക്കും പറയാനുണ്ടാവുക ഇങ്ങനെ കെട്ടിടങ്ങൾ, പടുകൂറ്റൻ കെട്ടിടങ്ങൾ പണിതുയർത്തുക എന്നുള്ളതാണ്. വളരെ ചെറിയൊരു കാലഘട്ടം, ഒരു ബസ് സ്റ്റോപ്പിൽ കയറുന്ന സമയമാണ്. അവിടെ മനോഹരമായ കൊട്ടാരങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് മനുഷ്യൻ നടത്തുന്ന കിടമത്സരങ്ങളുടെ പേരാണ് ജീവിതം. ഇന്ന് അതല്ലേ അവസ്ഥ എന്നുള്ളത്. ഒരു ദിവസം ഇറങ്ങിപ്പോകേണ്ട മനുഷ്യൻ ഖബർ എന്നൊരു വീട് നിനക്ക് ജനങ്ങൾ സമ്മാനിച്ചാൽ കിട്ടും ഉറപ്പായിട്ടും, ഇല്ലെങ്കിലും ബർസഖ് എന്ന ലോകത്തേക്ക് നീ പോകേണ്ടവനാണ്. എന്ന് കുറച്ച് ഒരു 1-2 കണ്ടം തുണികളും കുറച്ച് പഞ്ഞിയുമല്ലാതെ മനുഷ്യരെ മാന്യമായി മരണപ്പെട്ട് മറമാടപ്പെട്ടവരാരും മറ്റൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന്. വേറൊന്നും കൊണ്ടുപോയിട്ടില്ല ഇവരാരും. മാന്യമായ കബറടക്കപ്പെട്ട ആൾക്കാരാകെ കൊണ്ടുപോയത് കുറച്ച് വെള്ളത്തുണിയും കുറച്ച് പഞ്ഞിയുമാണ്. കൂടുതൽ എന്താ കൊണ്ടുപോയത്? ഒന്നും കൊണ്ടുപോയില്ല. ഇവിടുത്തെ കൊട്ടാരങ്ങളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. മണ്ണിനും ബാധ്യതയായി മക്കൾക്ക് തമ്മിലടിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് ഇവിടെ നമ്മൾ തീർത്ത കോൺക്രീറ്റ് കാടുകൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിനകത്ത് കിടന്ന് പണിയുന്നവരല്ല നമ്മള്. ആവശ്യമാണ്, പാർപ്പിടം വേണ്ടെന്നല്ലോ. ഈ മസ്കനും തസ്കനുഹു എന്നൊരു മനുഷ്യന്റെ സൗഭാഗ്യമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാന്യമായ വീട്, മാന്യമായൊരു വാഹനം, മാന്യവതിയായ ഒരു ജീവിത പങ്കാളി, ഇതും ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധന്യമായ ജീവിതത്തിന്റെ മാനദണ്ഡങ്ങൾ നീ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. മാന്യമായ വീട് അനുവദിക്കുന്നുണ്ട്. ഇത് മാന്യമായ വീടാണ്. ഒരു മനുഷ്യന് പാർക്കാൻ എന്താ വേണ്ടത്? ന്യായമായിട്ട് സൽമാൻ ഫാരിസി വീട് വെക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു, ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വീട് വെക്കണം, പ്ലാൻ പറയാൻ പറഞ്ഞു. നിങ്ങൾ പറയും പോലെ വെക്കാന്ന്. എനിക്കൊരു പ്ലാൻ ഉണ്ട്, എന്റെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് പറയാമോ എന്ന്. അല്ല, നിങ്ങൾ പറയൂ, നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് പണിയാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നിന്നാൽ തല തട്ടാൻ പാടില്ല എന്ന്. നിന്നാൽ തല തട്ടരുത്, കിടന്നാൽ കാല് തട്ടരുത് എന്ന്. നിന്നാൽ തലയിൽ തട്ടാൻ പാടില്ല, കിടന്നാൽ കാല് തട്ടാൻ പാടില്ല. ഒരു മനുഷ്യന് നിവർന്ന് നിൽക്കാനും നിവർന്ന് കിടക്കാനും പറ്റിയ ഒരു സ്പേസ്, അതാണ് എൻ്റെ വീട് എന്ന്, അതാണ് എൻ്റെ വീടിന്റെ സങ്കല്പമെന്ന്. അങ്ങനെ ഒന്ന് പഠിയാൻ ഖബറിനേക്കാൾ അല്പം കൂടി ഉണ്ട് എന്നേ ഉള്ളൂ. ഖബറിനേക്കാളും അല്പം കൂടിയുള്ള ഒരു മുറി, ഇത് മതി ഒരു മനുഷ്യനോട് ജീവിക്കാൻ. പക്ഷെ നമുക്കൊരു സിറ്റ് ഔട്ട് വേണം, ഒരു ഹാള് വേണം, 5 ബെഡ്റൂം വേണം, 5 ബാത്റൂം വേണം, പിന്നെ 3 കിച്ചൺ വേണം. അങ്ങനെ എന്തുമാത്രം സാധനങ്ങൾ.
ഈ വീട് ഇങ്ങനെയാണെങ്കിൽ വീടിൻ്റെ സഹിക്കാൻ, വീട് മാത്രമല്ലേ താമസിക്കാനല്ലേ, എന്നാൽ വീടിൻ്റെ പുറമ്പോക്ക് ഭാഗങ്ങളൊക്കെയോ ഒരു ചെറിയ തെങ്ങോ മരമോ പോലും വെച്ച് പിടിപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലായിടത്തും ഇന്റർലോക്ക് ചെയ്ത് പാകി ഈ വിതച്ച് അങ്ങനെ ടൈലും അതും ഇതുമൊക്കെ ഇട്ട് അലങ്കരിച്ച് മതിലിന് ചിലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എത്രയോ മനുഷ്യരുടെ പട്ടിണി മാറ്റാൻ കഴിയും. അത്രയേറെ ചിലവ് മുതൽ മുടക്കിയാണ് നമ്മൾ മതിൽ പണിയുന്നത്. കാരണം ഇത്രയും വലിയ കോടിക്കണക്കിന് പണം മുടക്കി ഒരു കൊട്ടാരം പണിതിട്ട് ഈ മതിൽ മോശമായാൽ അത് മോശമല്ലേ? അപ്പോൾ ഉപദേശികൾ വരും, ആ മതിൽ നന്നായാൽ പിന്നെ ഗേറ്റോ, ഇത്രയും നല്ലൊരു വീട്ടിന് ഇങ്ങനെ ഒരു ഗേറ്റ് വെക്കാമോ? ഗേറ്റൊക്കെ ഹൈടെക്. അപ്പോൾ അതിന് പണം മുടക്കി ഭയങ്കര സംഭവമൊക്കെയാണ്. ഈ മതിലും ഗേറ്റും ഈ മണ്ണാക്കട്ടയിലും ഒക്കെ നിങ്ങൾ എന്ത് അത്ഭുതമാണ് കാണുന്നത്. ഇതിന് ജനങ്ങൾ പറയാം എല്ലാവരും കാണുന്നിടത്ത് വെക്കണം, വലിയ വീട് വെക്കണം, എല്ലാവരും കാണുന്നിടത്ത് വെക്കണമെന്ന്. ആരെ കാണിക്കാനാണ് മനുഷ്യർ ഇത്? ആരോടാണ് നിങ്ങൾ ഇത് കാണിക്കുന്നത്, മത്സരം നടത്തുന്നത്? അവരെല്ലാവരും കാണണം, എല്ലാവരുടെയും ആരും കാണുന്ന പോലത്തിലൊരു വീട്, മനോഹരമായ വീടാണല്ലോ എന്ന്, എത്ര വലിയ വീടാണെന്ന്. ഈ നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയൊരു വീട് വെച്ചാൽ അതിന് വർഷാവർഷം കൊടുക്കുന്ന നികുതി തന്നെ വളരെ കൂടുതലാണ്. ഈ ദുനിയാവിൽ നിങ്ങൾ ഈ ആഡംബരം കാണിച്ചതിന്റെ പേരിൽ സർക്കാരിന് നികുതി ഇത്ര രൂപ കൊടുക്കണമെങ്കിൽ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച പണം കൊണ്ട് ആഡംബരം കാണിച്ച പടച്ചവന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എത്ര നികുതി നിങ്ങൾ കൊടുക്കേണ്ടി വരും? എങ്ങനെ കണക്ക് പറഞ്ഞ് ഒപ്പിക്കും നിങ്ങൾ? അള്ളാഹു നൽകിയ ധനം, ആ ധനം കൊണ്ട് ഇങ്ങനെ മണിമാളികകൾ പണിതിട്ട് ഒരേ ഒരു വീടിനകത്ത് എത്രയോ ബെഡ്റൂം, ആകെ ഉള്ളത് 2 പേര് അല്ലെങ്കിൽ 3 പേര്, 2 മക്കളും ഒരു ഭാര്യയ്ക്കും ജീവിക്കാൻ. അത് ഭർത്താവ് സ്ഥലത്ത് മിക്കവാറും ഉണ്ടാവില്ല, അയാൾ ബിസിനസ് ആയിരിക്കും അല്ലെങ്കിൽ വിദേശത്തായിരിക്കും. പലപ്പോഴും പല വലിയ കൊട്ടാരങ്ങളും അടച്ചിടപ്പെട്ടിട്ടുണ്ട്, കാരണം കുടുംബത്തോട് വേറെ സെറ്റിൽഡാ. ഇതിനു വേണ്ടി മനുഷ്യൻ ആലോചിക്കുക. ഇതിനു വേണ്ടിയാണ് അള്ളാഹു ഈ ധനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് ചിലവാക്കിയാൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയില്ലെന്ന്. ആര് കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും പടച്ചവൻ്റെതാണ് മല്. ഈ ധനം നിങ്ങൾ ഏൽപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ യഥേഷ്ടം ആഡംബരം കാണിക്കാൻ അനുവാദമില്ല. എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പണിയാൻ പ്രേരിപ്പിച്ചത് എല്ലാ കാലവും ഈ കൊട്ടാരത്തിൽ സുഖിച്ചുറങ്ങാമെന്ന് നിങ്ങൾ കണക്കാക്കി. ഇവിടെ സുഖിച്ചുറങ്ങാൻ കഴിയില്ല. നിങ്ങൾക്കുള്ള വീടൊക്കെ മനുഷ്യന്മാർ ഇവിടെ എന്ത് പള്ളിക്കാട് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ശ്മശാനങ്ങളുണ്ട്, അവിടെ ഒരുക്കപ്പെടും ഒരു വീട്. ആ വീടാണ് നിങ്ങൾക്ക് അവകാശമുള്ളത്. ആ വീട്ടിലേക്ക് പോകാൻ 50ഓ 60ഓ വർഷം ഇവിടെ ജീവിച്ചിട്ട് മണ്ണറയിലേക്ക് പോകാൻ മനുഷ്യൻ മണ്ണിന് മീതെ ഒരു ജീവിതം മുഴുവനും കളയുന്നു. പഠിക്കാൻ തുടങ്ങിയ പ്രായം മുതൽക്ക് മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യമായി വീട് മാറുന്നു. വലിയ വലിയ വീടുകളും വാഹനങ്ങളും വാങ്ങിച്ചു കൂട്ടുന്നത് ഒരു മനുഷ്യന്റെ ജീവിതാഭിലാഷമായി മാറിയിട്ട് അതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം തികയില്ല പൈസ, പിന്നെ വായ്പ എടുക്കുകയാണ്. കടങ്ങളും ലോണുകളും വായ്പകളും എല്ലാം എടുത്തുകൂട്ടി കടക്കാരനായി അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ അവസാനിക്കുന്നത് പടച്ചവൻ നൽകിയ വലിയൊരു നിയോഗമാണ്, ഒരു അധ്യായമാണ്, ഒരു മനുഷ്യനാണ്. പടച്ചവൻ നമ്മുടെ നൽകിയ ഒരു അവസരമല്ലേ ജീവിതം? റബ്ബ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയൊരു പരീക്ഷണമല്ലേ ജീവിതം? എന്തേ തിരിച്ചറിയാതെ പോയി? ഓരോ മരണങ്ങളും നമ്മുടെ മുമ്പിൽ എത്തിക്കുന്ന വലിയ മെസ്സേജുകൾ മനസ്സിലാക്കാതെ എന്തിന് മനുഷ്യരെ കല്ലുപോലെ ഹൃദയവുമായി നടക്കുന്നത്? ചിന്തിക്ക്, ഗൗരവത്തോടെ ചിന്തിക്ക്. പ്രവർത്തിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു അവസരം ഇനിയും നമുക്ക് അവശേഷിക്കുമ്പോൾ ചിന്തിക്കാനും ഉണരാനും തയ്യാറാകുന്ന മനുഷ്യന് മാത്രമേ ഇനിയും ഉണരാൻ കഴിയത്തുള്ളൂ, പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഉറക്കം നടിക്കാൻ പാടില്ല പടച്ചവന്റെ മുമ്പിൽ. ഗൗരവത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ അങ്ങോളം ഇങ്ങോളം മനുഷ്യന്റെ മുമ്പിലേക്ക് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യരെ ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം. നിങ്ങളാരെയും പാഴായി പടക്കപ്പെട്ടവരല്ല. ഈ ഒട്ടിപ്പിടിക്കുന്ന ബീജത്തുള്ളികളിൽ നിന്ന് നിങ്ങൾ പടച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ജീവിതത്തിന് പിറകിൽ പരമമായ ഒരു ലക്ഷ്യം പടച്ചവനുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന്, അത് പഠിപ്പിക്കാൻ വേണ്ടി, അത് മറന്നുപോയി ജീവിച്ചൊരു സമൂഹം ഇവിടെ കടന്നു പോയിട്ടുണ്ട് എന്നും അവരുടെ ചരിത്രങ്ങളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഫറോവയുടെ സമൂഹത്തിൻ്റെ, ആദ് സമൂദ് ഗോത്രക്കാരുടെയൊക്കെ ചർച്ചകൾ മുമ്പിൽ വെക്കുന്നതിൻ്റെ കാര്യം പോലും അവർ ഭൗതികതയെ ഇഷ്ടപ്പെടുകയും പരലോകത്തെ വിസ്മരിക്കുകയും ചെയ്തവരാണ്. അതല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതം പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ്. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയതെല്ലാം കൊണ്ട് നിങ്ങൾ വിട്ടുപിടിക്കേണ്ടത് പരലോകമാണെന്ന് ഖുർആൻ. ദുനിയാവ് വേണ്ടെന്നില്ല, ദുനിയാവ് വേണം. ഇവിടെ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കുടുംബം എന്നുള്ളതും അതിന് കൂട്ടുകാരെന്നുള്ളതും നാട്ടുകാരെന്നുള്ളതും ഇതൊക്കെ വലിയ നമുക്ക് കിട്ടിയ ഏറ്റവും അല്ലാഹുവിൻ്റെ വലിയ ഗിഫ്റ്റുകളാണ്, വലിയ സമ്മാനങ്ങളാണ്. ഇതൊക്കെ അനുഭവിക്കണം. ഈ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ശ്രമങ്ങൾ, പരിശ്രമങ്ങൾ, ജോലി, ഉദ്യോഗം, ഉറക്കം, ഭക്ഷണം, അതൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്ന അനുവാദം നൽകപ്പെട്ട സംഗതിയാണ്. സങ്കടങ്ങൾ പോലും ഒരുവിധം ആസ്വദിക്കേണ്ട സംഗതിയാണല്ലോ. സങ്കടങ്ങൾ പോലും പരീക്ഷണങ്ങൾ പോലും ജീവിതത്തിൽ പടച്ചവും വെക്കുന്നത് അതുകൂടി അറിയാൻ വേണ്ടിയാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കടന്നു പോകാം, അനുവാദമുണ്ട്. പക്ഷേ അപ്പോഴും പരമലക്ഷ്യം എന്നുള്ളത് പരലോകം തന്നെയായിരിക്കണം.
ഇതൊരു വല്ലാത്ത ലോകമാണ്. ഒരു മായാവലയം പോലെയാണ് ദുനിയാവിനെ സംവിധാനിച്ചത്. എല്ലാവരും ഈ ചതിയിൽ പെട്ടുപോയി. നിങ്ങൾ പെട്ടുപോകരുതേ എന്നാണ് ഓരോ മനുഷ്യരോടും റബ്ബ് പറയുക. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൽ നാരി വദഖലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. റബ്ബ് വളരെ ക്ലാരിറ്റിയോടെ പറഞ്ഞൊരു കാര്യമാണ്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങൾക്കറിയുമോ, ഈ ദുനിയാവെന്ന് പറയുമ്പോൾ ഈ വഞ്ചനകൾ ഒളിപ്പിച്ച് വെച്ച ഒരു 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 പ്രകൃതിയുടെ ഒരു വലിയൊരു ഐശ്വര്യമാണ് എന്ന് ഖുർആൻ സംസാരിക്കുന്നത്. വഞ്ചന ഒളിപ്പിച്ച് വെച്ച ഒരു പുറമേനി മിനുക്കിയിട്ടുള്ള ഒരു വഞ്ചനയുടെ ലോകം തന്നെയാണ് ദുനിയാവെന്നാണ് ഖുർആൻ സംസാരിക്കുന്നത്. ഉള്ളിൽ വഞ്ചനയാണ്. ചതിക്കപ്പെടാവുന്ന എല്ലാം ഒളിച്ചു വെച്ചിട്ട് പുറമേ കാണുന്ന ഈ പച്ചപ്പും പളപളപ്പും കണ്ടിട്ട് നമ്മൾ മതിമറന്നു പോകണ്ടെന്ന ഖുർആൻ സംസാരിക്കുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, അന്ന് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് കൃത്യമായ അല്ലാഹു പ്രതിഫലവും നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. നിങ്ങളുടെ മുമ്പിലുള്ള ഈ ദുനിയാവെന്നുള്ളത് അത് തികച്ചും വഞ്ചനാത്മകമായ ഒരു ലോകമാണ്. അതിന് പുറമേ കാണുന്ന പളപ്പളപ്പുകൾ കണ്ടിട്ട് നിങ്ങൾ ആസ്വാദനം കണ്ടെത്തി അതിന് പിറകെ പോകാൻ പാടില്ല. ഇത് വഞ്ചന നിറഞ്ഞൊരു ലോകമാണ്. ഈ ചതിയിൽ നിങ്ങൾ അകപ്പെടാൻ പാടില്ല. നിങ്ങളുടെ പർദീസ, നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത് അത് പരലോകമാണ്. ആ പരലോകത്തിലേക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നത് മരണശേഷം പരിഗണിക്കേണ്ടിയിരിക്കുന്നു അല്ലാഹുവിന്. അതുകൊണ്ട് മരണത്തിന് മുമ്പേ നിങ്ങൾ മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ഖുർആന്റെ ആഹ്വാനം എന്നുള്ളത്. വലിയ ഉപദേശമാണ്, വലിയ അർത്ഥഗർഭമായ ഒരു ആയത്ത് കൂടിയാണ്. നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ചെറിയ വാക്കുകളിൽ വലിയ സന്ദേശം അള്ളാഹു വെക്കുകയാണ്. ഈ ദുനിയാവെന്നുള്ളത് ഇത് അള്ളാഹുവിനെ മറന്നിട്ട് ഈ കാണുന്ന ഭൗതികമായ വിഭവങ്ങൾ, ഇതിന്റെ പച്ചപ്പുകളും, ഇതിന് ഇവിടുത്തെ പേര്, പ്രശസ്തി, പുകൾ, സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അത് കണക്കിന് ഭൗതികമായ മറ്റ് അലങ്കാരങ്ങൾ, ആർഭാട ജീവിതങ്ങൾ, സമ്പത്ത്, സ്വർണവും വെള്ളിയുടെയും നാണ്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് നടക്കപ്പെട്ട ലോകമാണ്. ഇതൊരു മായാലോകമാണ്. ഇത് കണ്ടിട്ടൊന്നും ഇതാണ് ലോകം, ഇവിടെയാണ് ജീവിതം, യഥാർത്ഥ ജീവിതത്തിന്റെ ആസ്വാദനം ഈ ലോകത്താണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് അബദ്ധമാണ്. യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് തന്നെ മരണമെന്ന വാതിൽ കടക്കുമ്പോഴാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിന്റെ വാതിൽ കടന്ന് നിങ്ങൾ ചെല്ലുന്ന ലോകമുണ്ട്, അവിടെയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. പിന്നെയാണ് ജീവിതത്തിന്റെ കയ്പ് നിങ്ങൾ അറിയുക, മധുരവും നിങ്ങൾ അറിയുക. അതുകൊണ്ട് ഇവിടെ എന്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് ചോദ്യം. അതുകൊണ്ട് മരണത്തിന് മുമ്പ് ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാ. അടുത്ത നിമിഷം നമ്മൾ മരിച്ചേക്കാം. നമുക്ക് എല്ലാവരും നഷ്ടപ്പെട്ടേക്കാം. എല്ലാവരും നഷ്ടപ്പെട്ട് നമ്മൾ എല്ലാവരും ചേർന്ന് ചുമന്നുകൊണ്ടുപോയി നമസ്കരിച്ച് അവസാനം എല്ലാവരും 6 അടിമണിലേക്ക് വെച്ച് മണ്ണും വാരിയിട്ട് കടന്നു പോകുന്ന വ്യക്തി ഞാനായിരിക്കുമെന്ന് ഓരോ നിമിഷവും നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കടമകൾ നിർവഹിക്കാൻ ഒരു മടിയുണ്ടാവില്ല. മറ്റുള്ളവർ നമ്മളെ ചീത്ത വിളിച്ചാലും ആക്ഷേപിച്ചാലും പലയിടത്തും തോറ്റുപോയാലും നമുക്ക് സങ്കടം ഉണ്ടാവില്ല. അത് ആരോടും പകവെക്കാൻ നമുക്ക് തോന്നില്ല. വിട്ടുകൊടുക്കാനും മാപ്പ് കൊടുക്കാനും ക്ഷമിച്ചു എന്ന് ചോദിക്കാനും നന്ദിയുള്ളവനായി പ്രവർത്തിക്കാനും പടച്ചവനെ ഓർക്കാനും മനുഷ്യനും മരണചിന്ത ധാരാളമാണ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനം നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് എപ്പോഴും മരണത്തെക്കുറിച്ച് ആലോചിക്കുക, മരിക്കുമെന്ന ചിന്തയോടെ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദബന്നാർ. റബ്ബന റബ്ബി തമ്മിം ബിൽ ഖൈരി വശആദ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ